കേരള കോൺഗ്രസിന്റെ രണ്ടില കൊഴിയുന്ന ലക്ഷണമാണ്. ജോസ് കെ മാണി എന്ന് പറയുന്ന ചെയർമാനെതിരെ രൂക്ഷമായ വിമർശനമാണ് വീണ്ടും റോഷി അഗസ്റ്റിൻ ഉന്നയിക്കുന്നത്. സത്യത്തിൽ ഇത് വിമർശനമാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ നൈസായിട്ട് അവതരിപ്പിക്കുന്നു. ജോസ് കെ മാണി ഇത്തവണയും പാലായിൽ മത്സരിക്കും. ആദ്യം കോട്ടയത്ത് പറഞ്ഞു. അന്ന് ജോസ് കെ മാണി പറഞ്ഞത് അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണി തീർച്ചയായിട്ടും പാലായിൽ തന്നെ മത്സരിക്കും. നേതാക്കളുടെ ഉറച്ച കാൽവയ്പാണ് അണികൾക്ക് ആത്മവിശ്വാസം തരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി ജോസ് കെ മാണി പാലായിൽ മത്സരിച്ച് പരാജയപ്പെടുകയും റോഷി അഗസ്റ്റിൻ വീണ്ടും ഇടുക്കിയിൽ നിന്ന് വിജയിക്കുകയും ചെയ്താൽ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ട് റോഷി അഗസ്റ്റിൻ മാറുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായൊരു സന്ദേശം നൽകുന്നുണ്ട്. ജോസ് കെ മാണി ഒരു ലീഡർഷിപ്പിന് പറ്റിയ ആളല്ല എന്ന്. അങ്ങനെ തന്നെ ആയിരിക്കും ഗ്രൂപ്പിസം. അല്ല, ഈ തർക്കം പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നൊരു കാര്യം, ജോസ് കെ മാണി പോരാ എന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള കോൺഫിഡൻസ് അദ്ദേഹം കാണിക്കുന്നില്ല. അദ്ദേഹം പാലയിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിയമത്ത് മത്സരിക്കും എന്നാണ്. ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിയമത്തെ അവർ ജയിച്ചിട്ടില്ല, പക്ഷേ ജയിക്കാൻ സാധ്യത ഉള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്ന് വേറെ പല ആളുകൾക്ക് ചോദിക്കാം. പക്ഷേ ആ പാർട്ടിയുടെ നായകൻ അദ്ദേഹമാണ്. അദ്ദേഹം പറയാണ് ഞാൻ ഇന്നടത്താണ് മത്സരിക്കാൻ പോകുന്നത്. അത് ജനാധിപത്യപരമായിട്ടോ പാർട്ടിയുടെ ചട്ടക്കൂടിനനുസരിച്ചോ ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ ഒരു പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ പൊതുസമൂഹത്തോട് പറയാൻ, ഞാനാണ് സ്ഥാനാർത്ഥി, നീ എനിക്ക് വോട്ട് ചെയ്യുക, എന്നെ ജയിപ്പിക്കൂ, ഞാൻ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതിലൂടെ കാണിക്കുകയാണ് ചെയ്തത്. ആ ആത്മവിശ്വാസമാണ്, അല്ലെ കോൺഫിഡൻസ് ആണ് ജോസ് കെ മാണി കാണിക്കാത്തത്. ജോസ് കെ മാണി അങ്ങനെ കാണിക്കാത്തതിന് കാരണമുണ്ട്. കാരണം ആദ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയിക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അത് കെ എം മാണിയുടെ ഒരു പാതയാണ്. കെ എം മാണി എന്ന് പറഞ്ഞാൽ പാലയിലെ മാണിക്യമാണ്. ആ മാണിക്യത്തിൻ്റെ കുഞ്ഞു മാണിക്യമാണ് ജോസ് കെ മാണി. പക്ഷേ പാലയിലെ ജനങ്ങൾ അദ്ദേഹത്തെ തള്ളി. അന്ന് പക്ഷേ ഇടതുപക്ഷമാണ് ജനിച്ചത്. മാണി കാപ്പൻ ഇടതുപക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പരാജയപ്പെട്ടു. അടുത്ത വർഷം ജോസ് കെ മാണി ഇടതുപക്ഷത്തെത്തി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ മാണി കാപ്പൻ വലതുപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ UDFൻ്റെ രൂപത്തിൽ മാണിയെ തോൽപ്പിച്ചു. മാണി രണ്ടു വട്ടം തോറ്റു. ഇനിയൊരു തോൽവിക്ക് ഞാനില്ല എന്ന് മാണിയുടെ ഉള്ളിലിരുന്ന് ഒരു കുറുങ്ങൽ കേൾക്കാം. അതുകൊണ്ടാണ് മാണി പറഞ്ഞത് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റോഷി അഗസ്റ്റിൻ അങ്ങനെയല്ല. റോഷി അഗസ്റ്റിൻ വളരെ കൃത്യമായിട്ട് ഒരു പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനനുസരിച്ച് ജോസ് കെ മാണി പെരുമാറേണ്ടതിൻ്റെ സൂചന കാണിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ജോസ് കെ മാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈക്ക് വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും എന്നുള്ളത്. അതൊരു കോൺഫിഡൻസിൻ്റെ പ്രഖ്യാപനമാണ് എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. ശരിയുമാണ്. പക്ഷേ നമ്മളൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ജോസ് കെ മാണി പോരാ എന്ന് തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പലരും പറയുന്ന പോലെ അദ്ദേഹം ഒരു അമൂൽ ബേബി എന്ന നിലക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ, അതിൻ്റെ മധ്യമേഖല ക്യാപ്റ്റനാണ് അദ്ദേഹം. ആ ക്യാപ്റ്റൻസി അദ്ദേഹം കാണിക്കുകയും അതിനനുസരിച്ച് അദ്ദേഹം വർത്തമാനം പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം കാണിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റോഷി അഗസ്റ്റിൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പൊതുവെ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർപ്പിലേക്ക് ഇത് നേരത്തെ ഉയർന്നതാണ്. കാരണം ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നത്. അത് തെറ്റായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കപ്പെട്ടെങ്കിലും ആ വാർത്ത ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണി UDFലേക്ക് പോകും എന്ന് പത്രങ്ങളിലും അതേപോലെ തന്നെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായി. ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അനുയായികളിൽ പലർക്കും UDFലേക്ക് പോയാൽ കൊള്ളാം എന്നൊരു മോഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF പരാജയപ്പെടും എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ചിന്ത കയറുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ
ആടുന്നൊരു നേതാവാണ് ജോസ് കെ മാണി എന്നുള്ള ഫീൽ വന്നപ്പോഴാണ് റോഷി അഗസ്റ്റ് അതിനകത്ത് കരുത്തനായിട്ടുള്ള നിലപാടെടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിൽ ഇടപെടുകയും അദ്ദേഹത്തിനൊപ്പം 3 MLA മാർ 5 MLA മാരിൽ 3 MLA അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ജോസ് കെ മാണി വരണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ആ ചർച്ചകളുടെ സംഭാഷണങ്ങളുടെ ഒക്കെ ഒരു അന്ത്യം. അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം LDF നിൽക്കുകയും LDFൻ്റെ ജാമ നയിക്കുന്ന ക്യാപ്റ്റനായി മാറിത്തീരുകയും ചെയ്യും. ഇനി ഇതിനകത്ത് വേവർ ചെയ്തിട്ട് കാര്യമില്ല. ചത്തപ്പച്ച നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നിൽക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതൊരു പിളർപ്പിലേക്ക് വീണ്ടും പോകും. പിളർപ്പിലേക്കൊന്നും പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ കരുതാം 2 പൊഴിയോ എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എങ്കിലും അതിനങ്ങനത്തെ ഒരു എന്തി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ റോഷി അഗസ്റ്റ് ഈസ് വെരി പവർഫുൾ. പിളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഭാഗം റോഷി അഗസ്റ്റിനൊപ്പം പോവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും കൂടെ നിൽക്കുന്നവരെ കാത്തു സൂക്ഷിക്കുന്ന മുന്നണി എന്ന് പറയുന്ന പേര് അവർ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഈ എൻ്റെ സംശയം, ഈ കെ മാണി പാലായിൽ ഒരു അധികായനായിരുന്നു. പാലായിൽ ജനങ്ങൾ അദ്ദേഹത്തെ മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. പക്ഷേ ജോസ് കെ മാണി വരുമ്പോൾ അതെന്തോ ഒരു കോംപ്ലാൻ ബോയ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അമൂൽ ബോയ് ബേബി എന്നൊക്കെ പറയുന്ന ഒരു ഇമേജാണ് അവർക്കുള്ളത്. പക്ഷേ റോഷി അഗസ്റ്റിന് അങ്ങനെയല്ല. മന്ത്രി ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പവർ അത് കൂടിയിട്ടുണ്ട്, പാർട്ടിക്കുള്ളിലുള്ള ഒരു ഗ്രിപ്പ് കൂടിയിട്ടുണ്ട്. റോഷി അഗസ്റ്റിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജോസ് കെ മാണി അവിടെ തന്നെ മത്സരിക്കണം. ഒരു തവണ ഒരാൾക്ക് അബദ്ധം പറ്റാം, തിരുത്താം. പക്ഷേ രണ്ടാമത് അത് പറയുമ്പോൾ അതിനകത്ത് പർപ്പസ്ഫുള്ളി ചില ഉദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല ജോസ് കെ മാണി ഏതെങ്കിലും കാരണവശാൽ UDF പോകും എന്ന ഘട്ടം വന്നപ്പോൾ റോഷി അഗസ്റ്റിനും പത്തനംതിട്ട റാന്നിയിലെ പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന MLA ഞങ്ങൾ പോകില്ല, പാർട്ടിക്കൊപ്പമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ച്. അങ്ങനെ ഈ ജോസ് കെ മാണി ഗ്രൂപ്പിനെ മൊത്തത്തോടെ UDF പറിച്ചുകൊണ്ട് ചെന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ജോസ് കെ മാണിയുടെ ലക്ഷ്യം ഒരു മന്ത്രി പദവി തന്നെയാണ്. അതൊന്നും നടക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ജോസ് കെ മാണി അനുകൂലിക്കുന്ന ആളുകൾ തന്നെ ചിന്തിക്കുന്നു, റോഷി അഗസ്റ്റിനാണ് കൂടുതൽ പവറുള്ള നേതാവ്. അങ്ങനെ ചിന്തിച്ചാൽ ജോസ് കെ മാണിക്ക് സ്വയം മാറി നിൽക്കേണ്ടി വരില്ലേ? അല്ല, ജോസ് കെ മാണി തൻ്റെ നേതൃത്വപരമായിട്ടുള്ള കഴിവ് പ്രകടമാക്കുന്ന രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ പെരുമാറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അപകടമാണ്. അദ്ദേഹത്തിന് UDF പോയാലും രക്ഷയില്ല, LDF നിന്നാലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇയാൾക്ക് അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെയുള്ള പോസിബിലിറ്റി LDF നിന്ന് മത്സരിച്ച് ജയിക്കലാണ്. മാണി സി കാപ്പം മാറിക്കൊടുക്കും അവിടെ നിന്ന് UDF അയാൾ ചെന്നാൽ. മാറിക്കൊടുക്കില്ല, പറ്റില്ലെന്ന് അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ നിന്ന് ഒരുത്തരും വന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് മാറില്ല, അയാളെ മാറ്റാനും പറ്റില്ല, അയാൾ കയറി മത്സരിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും സാധ്യത, അതായത് ജോസ് കെ മാണി UDF നിന്ന് പാലയിൽ സ്ഥാനാർത്ഥി ആയാൽ അപ്പുറത്ത് മാണി സി കാപ്പനും ഉണ്ടാവും. എന്ന് വെച്ചാൽ മാണി സി കാപ്പനും തോക്കും, ജോസ് കെ മാണിയും തോക്കും എന്നുള്ള അവസ്ഥയിലേക്ക് അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് കണ്ട് അതിനനുസരിച്ച് മാണി കോൺഗ്രസ് പെരുമാറിയില്ലെങ്കിൽ അത് 2-3 കഷ്ണമൊക്കെ ആയിട്ട് പോയാലും അതിലൊരു വളരെ പ്രബലമായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുകയും ചെയ്താൽ പിന്നീട് ഈ ജോസ് കെ മാണി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ഭൂപടത്തിലുണ്ടാകില്ല. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിയാലിറ്റി. അതാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് ജോസ് കെ മാണിക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ മൂവ്മെൻറ്റിൻ്റെ പോക്ക് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം തുഴഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. പാലയിൽ നിന്ന് മത്സരിച്ച് തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മനസ്സുമായിട്ട് പാലയിൽ മത്സരിക്കാനായിട്ട് തയ്യാറാവുക. ഇതിനപ്പുറത്തേക്ക് ഈ ജോസ് കെ മാണി ചലിച്ചാൽ, കാലെടുത്ത് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാർട്ടി ചെയർമാനാണ് ഒരു പാർട്ടിയുടെ ഏറ്റവും തലപ്പത്ത് ഇരിക്കേണ്ട പദവി. ആ പാർട്ടി ചെയർമാനാണ് തീരുമാനിക്കേണ്ടതെന്ന് വരുമ്പോഴും അദ്ദേഹം പറയുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ഞാൻ പാലായിൽ മത്സരിക്കണമെന്ന്. പാർട്ടി എന്ന് പറഞ്ഞാൽ ചെയർമാനാണല്ലോ. അല്ല, അത് പക്ഷേ അദ്ദേഹം പറയുന്നതാണ് ശരി. കാരണം വെച്ചാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ പുറം ചട്ടക്കൂടാണ്. അങ്ങനെയാണ് പറയാനായിട്ട് പാടുള്ളൂ. നമുക്കറിയാം, പിണറായി വിജയനൊക്കെ തീരുമാനിക്കും, എന്നിട്ട് പറയും ഞാനല്ല തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും എന്ന് പറയും.
അതിവർ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട ഒരു കാര്യം മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമില്ല എന്നാണ്. അല്ല, പാർട്ടി ചെയർമാന്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് 2 തവണ പാർട്ടിയിലെ ഒരു MLA അല്ലെ പാർട്ടിയുടെ മന്ത്രി ചെയർമാനെ ഓവർടേക്ക് ചെയ്ത് പറയുന്നു. അത് തിരുത്തേണ്ട കാര്യമാണ്. അത് മനഃപൂർവ്വം ഈ പറയുന്ന ജോസ് കെ മാണി അവിടെ നിർത്തി തോൽപ്പിക്കുക എന്നുള്ളത് റോഷി അഗസ്റ്റിന്റെ ഉദ്ദേശമാണ് എന്ന രീതിയിലും ജനങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അങ്ങനെ ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞൊരു റിയാലിറ്റിനകത്തുണ്ട്. ആ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നിയോജകങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിർത്തി ജയിപ്പിക്കാം. അല്ലെങ്കിൽ അയാൾ ഇവിടെ തന്നെ മത്സരിക്കണം. തോറ്റാലും കുഴപ്പം വരില്ല. കാരണം വെച്ചാൽ പിന്നെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാലും. ഇനി അതിന് പകരമായിട്ട് ഇപ്പോൾ പിളർന്നു പോവുകയാണെന്ന് വിചാരിക്കുക. പിളർന്നു പോകുമ്പോൾ എങ്ങനെയാണ് ജോസ് കെ മാണിയെ വിലയിരുത്തുന്നത്? കഴിവില്ലാത്ത നേതാവ്. അതിനെയും കൊണ്ട് ഇവർ നടന്നിട്ട് കാര്യമില്ല. UDF ആവശ്യമില്ല കഴിവില്ലാത്ത ഒരാൾ, LDF ആവശ്യമില്ല. LDF പക്ഷേ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് കഴിവില്ലെങ്കിലും. കാരണം എന്താണ്? ഈ ഓറ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓറ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ അദ്ദേഹത്തെ നിർത്തുകയും അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ഇപ്പം ക്യാപ്റ്റനായിട്ട് കൊണ്ടിടങ്ങല്ലേ ചെയ്യുന്നത്. അതെ, ഇടതുമുന്നണി നേതാക്കൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. UDF ചെന്നിട്ട് ഇയാൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇയാൾ കാരണം അവിടെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് എന്ത് നേതൃസ്ഥാനം? അവരെ കണ്ട് വഴി കിടക്കണേ എന്ത് ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? LDF നിൽക്കുന്ന സമയത്ത് ആൾക്ക് വലിയ തരത്തിലൊരു അംഗീകാരം LDF നൽകി കഴിഞ്ഞു. കാരണം ഇത് UDF നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നീക്കമാണ് LDF. UDF അവിടെ സതീശൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുന്നു. അത് കോൺഗ്രസിൻ്റെ യാത്ര മാത്രമാണ്. അവിടെ മുസ്ലിം ലീഗുണ്ട്, മറ്റ് പല ഘടകകക്ഷികളുണ്ട്, അവർക്കൊക്കെ അതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നുള്ള. ഇവിടെ അങ്ങനെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പോകുന്ന ജാഥയാണ്. ഒന്ന് CPM നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുന്നു, മറ്റൊന്ന് CPI നേതൃത്വത്തിൽ നടക്കുന്നു, മറ്റൊന്ന് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അങ്ങനെ 3 നായകന്മാരുണ്ട് അല്ലേ? ഗോവിന്ദ മാസ്റ്ററുണ്ട്, ബിനോയ് വിശ്വമുണ്ട്, ജോസ് കെ മാണിയുണ്ട്. ജോസ് കെ മാണിക്ക് ഇതിൽ കൂടുതൽ എന്താ അംഗീകാരം കിട്ടേണ്ടത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അവസാനം തീരുമാനിച്ചാൽ മതിയല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.